ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗ്രോസറീസൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വേഗം മാറ്റി പോവാണ്. ഞങ്ങൾക്ക് മൂന്നാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തിറങ്ങാൻ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉള്ള ഹൈപ്പർ മാർക്കറ്റുകൾ നെസ്റ്റോ, മദീന, ലുലു ഒക്കെയാണ് കേട്ടോ. പിന്നെ മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വേറെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ചൂസ് ചെയ്യാറ് നെസ്റ്റോ ആണ് നമുക്ക് കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നാറ് കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ പാക്കഡായിട്ട് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ സാധനങ്ങൾ നോക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. നമുക്ക് ഓരോ മാസവും ഓരോ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഞാനും കാക്കിയും കൂടി അങ്ങനെയാണ് ചെയ്യാറ്. ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് കാണുമ്പോൾ ഒക്കെ എടുക്കാൻ തോന്നും. പക്ഷെ ഞങ്ങളിങ്ങനെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വേണോ വേണ്ടേന്ന് 2-3 വട്ടം ചിന്തിച്ചിട്ട് നല്ല സാധനങ്ങളൊക്കെ നോക്കി വില കുറവുള്ളൊക്കെ നോക്കി കമ്പയർ ചെയ്തൊക്കെയാണ് ഒക്കെ എടുക്കാറ് കേട്ടോ. ക്യാരറ്റൊക്കെ ഞാൻ എപ്പോഴും എടുക്കും. ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ക്യാരറ്റാട്ടോ എപ്പോഴും ഉണ്ടാവുക. ക്യാരറ്റിന് കുറച്ച് റേറ്റ് കുറവുമാണ്. നമുക്ക് എല്ലാ നെയ്ച്ചോറിലേക്കായാലും പാസ്തയിലേക്കായാലും ഉപ്പേരി ഉണ്ടാക്കാനും ഒക്കെ ക്യാരറ്റ് വേണം. പിന്നെ ഇത് മധുരക്കിഴങ്ങാട്ടോ ഇവിടുത്തെ അല്ല, വേറെ ഏതോ രാജ്യത്താണ്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഇത് കിട്ടാനേ ഉള്ളൂ വഴി. നാട്ടിലെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമുക്ക് അവളെ കൊതി തീർക്കാനൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ എടുക്കും. മക്കൾ പിന്നെ ഈ ട്രോളിയിലൊന്നും ഇരിക്കാൻ കൂട്ടാക്കൂല കേട്ടോ. കരച്ചിലാണ്. അവരെ കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങൾ എടുക്കാൻ. അത്യാവശ്യം വേണ്ടത് തക്കാളിയാണ്. ഈ തക്കാളിയാണ് ലാസ്റ്റ് ഞാൻ പോയിട്ട് എടുക്കുന്നത്. പിന്നെ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പച്ചക്കറീൻ്റെ ഇടയിൽ പൂക്കൾ വന്നിട്ടുണ്ട്. ഓണമായതുകൊണ്ടായിരിക്കും. അപ്പം ഒക്കെ വാടിപ്പോയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ആ ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടും. നിറയെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ മേലൊക്കെ. പിന്നെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. മുല്ലപ്പൂവൊക്കെ ഞാനൊന്ന് എടുത്ത് മണത്ത് നോക്കി. എനിക്കും ഭയങ്കര നൊസ്റ്റാൾജിയാണ് മുല്ലപ്പൂ. അത്ര സ്മെല്ലൊന്നും ഇല്ല, ഒക്കെ ഒന്ന് വാടിപ്പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ഏരിയയിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല സ്മെല്ലാണ്. പക്ഷേ ഞങ്ങളങ്ങനെ അധികം അതൊന്നും മേടിക്കാറില്ല. പിന്നെ ഇതൊക്കെ മീറ്റ് ഐറ്റംസ് ആട്ടോ. നമ്മുടെ ആട്, ബീഫ് അങ്ങനെയുള്ളതൊക്കെ, ഒട്ടകമൊക്കെ അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ബീഫാണ് അധികം മേടിക്കാറ്. അത് പാകിസ്ഥാൻ്റെ ആണ് മേടിക്കുക. ഇത് നമ്മുടെ നഗ്ഗറ്റ്സ്, സോസേജ്, ഫ്രോസൺ ഐറ്റംസാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ കഴിച്ച് ശീലമായത്. നാട്ടിലൊന്നും ഞാൻ ഇത് അങ്ങനെ നമ്മളെ വീട്ടിലെന്തായാലും വാങ്ങാറില്ല. പിന്നെ ഇപ്പോഴൊക്കെ അത് കുറച്ചുകൂടി ഒന്ന് പോപ്പുലറായിട്ട് ഉണ്ടല്ലേ നാട്ടിൽ. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ. നഗറ്റ്സും സോസേജൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ നല്ല റേറ്റാണ്. അപ്പോൾ നമ്മൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഒന്ന് അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ വേറെ ആളുകൾ പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആവാതെ വേണമല്ലോ നമുക്ക് വീഡിയോസ്. വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. എത്ര വേഗമായാലും അതിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങൾ തിരഞ്ഞ് നടക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കൊതിയായിട്ട് സാൻഡ്വിച്ച് കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ച്. സാൻഡ്വിച്ചാണോ ഷവർമയാണോ വേണ്ടതെന്നിങ്ങനെയൊക്കെ ആലോചിച്ച് സാൻഡ്വിച്ച് ഉറപ്പിച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ ഹോട്ട് ബർഗർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടുത്തെ സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അവിടുത്തെ സാൻഡ്വിച്ച് കഴിക്കാൻ. പക്ഷേ ഞാൻ ഇക്കാക്ക് വന്നപ്പോൾ കൊണ്ടുവരുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ല കേട്ടോ. ഒക്കെ ചീത്തയായി പോവില്ലേ. എന്തായാലും നമ്മളെ ക്ലബ് സാൻഡ്വിച്ചൊക്കെ മേടിച്ച് നമ്മൾ വേഗം അവിടുന്ന് സ്ഥലം വിട്ട്. ഇതാട്ടോ ഞങ്ങളെ വില്ല. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇറങ്ങി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ തിരക്കാണ്. ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം, കുട്ടികൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം, നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ വേഗം ഇത് പിന്നെ ചൂടാറിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് അതിന് ഓരോ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് അവർക്കും കൊടുത്തു. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.